പ്രിയരെ നമസ്കാരം. നട്ടുവെളിച്ചത്തിലേക്ക് സ്വാഗതം. ജാതി സെൻസസ് എന്തിന് എന്ന ശീർഷകത്തിൽ കുറച്ചുനാൾ മുമ്പ് ഞാൻ എൻ്റെ ഈ നട്ടുവെളിച്ചത്തിലൂടെ 2 എപ്പിസോഡുകളായിട്ട് ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തിരുന്നു. കൂടുതൽ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല, 10-300 താഴെ കണ്ടിട്ടുള്ളൂ. വിഷയമില്ല, അതെന്തായാലും അത്രയും പേരെങ്കിലും കണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. സെലിബ്രിറ്റി അല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീവേഷമില്ലാത്ത ഒരാൾക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കുകയാണ്. ഓക്കെ, തമാശയിൽ നിന്ന് മാറാം, കാര്യത്തിലേക്ക് വരാം. മതവർഗീയമായ ചിന്തകളെയോ അല്ലെങ്കിൽ മതവിഭാഗീയതകളെയോ കൂടുതൽ ഇതിലൂടെ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. 2 കാര്യമാണ്. ഒന്ന്, എൻ്റെ പേര് ഹംസ എന്നായതുകൊണ്ട് മതപരമായ വിവേചനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഇതുവരെ ഇല്ലാത്ത ചില കമൻറ്റുകൾ പറയാൻ എൻ്റെ ചിലപ്പോൾ സ്നേഹിതർ തന്നെ രംഗത്ത് വരും എന്നുള്ളതുകൊണ്ടാണ് ഒന്ന്. മറ്റൊന്ന്, അത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മതവർഗീയ വിഭജന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളുടെയും മനസ്സിനെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് മതവിഭജനത്തിൻ്റെ പല വീഡിയോസുമാണ്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ കുതന്ത്രമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ. അത് ഇന്ന് തുടർന്നു വരികയാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചിലർ. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് 400 സീറ്റ് എന്ന വാഗ്ദാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ എന്ന ആവശ്യത്തോടു കൂടിയിട്ട്, അതുപോലെ തന്നെ പല തരത്തിലുള്ള ഗ്യാരണ്ടികളോട് കൂടിയിട്ട് പ്രചാരണം തുടങ്ങിയ സംഘപരിവാർ സംഘടനകൾ പിന്നീട് എത്തി നിന്നത് എവിടെയാണ്? മുസ്ലിങ്ങളെ മാത്രം കുറ്റം പറയുന്ന അധപ്പതിച്ച അവസ്ഥയിലേക്ക് വന്നു. മുസ്ലിങ്ങൾ എന്ത് തെറ്റാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനസമൂഹങ്ങളോട് ചെയ്തത്? ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം പറയാൻ ഞാൻ വൈകാരികത കൊണ്ടോ ഒന്നുമല്ല. പേര് ഇങ്ങനെ ആയതുകൊണ്ട് CAAയിൽ നിന്നും NRCയിൽ നിന്നും ഞാൻ രക്ഷപ്പെടില്ല, ഉറപ്പാണ്. പേരിങ്ങനെ ആയതുകൊണ്ട് മാത്രം. അതൊന്ന്. മറ്റൊന്ന്, ഈ വിഭാഗം ഒരാവശ്യവുമില്ലാതെ ചുമക്കുകയാണ് ഈ ഭാരം. ഒരാവശ്യമില്ല. ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്നവർ പോലും, ഇതര സാഹോദര്യ മതത്തിൽപ്പെട്ടവർക്ക് പോലും മനസ്സിനകത്തേക്ക് മുസ്ലിം എന്ന സമൂഹത്തെ വേർതിരിച്ച് നിർത്താനുള്ള രീതിയിലേക്ക് അവൻ്റെ മനസ്സിനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് അവൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തു ഇന്ന് ഈ സംഘപരിവാറിൻ്റെ അജണ്ടകൾ. നുണപ്രചാരണങ്ങളും അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളും വിളമ്പിക്കൊണ്ട്, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ മുമ്പിലത്തെ മുഗളന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട്. എന്ത് വിഡ്ഢിത്തരമാണ്! ഇന്ന് പട്ടിണിയും പരിപട്ടവും ദാരിദ്ര്യവും അതിനെക്കുറിച്ച് പറയുമോ? ഇന്ന് പെട്രോളിന്റെ വിലയെക്കുറിച്ച് പറയുമോ? ഗ്യാസിന്റെ വിലയെക്കുറിച്ച് പറയുമോ? ഇന്ന് അർഹമായ ജാതി, അവർണ ജാതിക്കാർക്കും ദളിത് സമുദായക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും OBC-ക്കാർക്കും സംവരണം കിട്ടാത്തതിനെ കുറിച്ച് പറയുമോ? അതോ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ പടയോട്ടത്തിലൂടെ സംഭവിച്ചു പോയ വിഷയത്തെക്കുറിച്ച് പറയുമോ? എന്ത് രാഷ്ട്രീയമാണിത്? എന്ത് രാഷ്ട്രീയമാണിത്? വിഷയത്തിലേക്ക് വരാം. എന്താണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട സംഘപരിവാറിന്റെ നേതാക്കന്മാരിൽ പലരും, പ്രധാനമന്ത്രി ജി അടക്കമുള്ള ആളുകൾ, മുസ്ലിങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. കോൺഗ്രസ് ജയിച്ചാൽ അവർക്ക് ഭൂമിയൊക്കെ മറ്റുള്ളവർ ഭൂമി വാങ്ങിച്ച് ദാനം കൊടുക്കും. എന്ത് വിഡ്ഢിത്തരോ പറയണത്! എന്ത് വിഡ്ഢിത്തരോ പറഞ്ഞ ആലോചിച്ച് നോക്ക്. ഇത് മനസ്സിലാക്കാനും കൈയടിക്കാനും അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാനും ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായ മണ്ടന്മാരായ ജനക്കൂട്ടം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കൃത്യമായ അടയാളം അവിടെ രേഖപ്പെടുത്തി. എവിടെയൊക്കെയാണ് പ്രസംഗിച്ചത് അവിടെയൊക്കെ മുഴുവൻ തോറ്റു. ബഹുമാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മോദിജിക്ക് കിട്ടിയത് 3 ലക്ഷം വോട്ട് നഷ്ടമാണ്. ഒരു ഘട്ടത്തിൽ 6,000 വോട്ടിന് പിന്നിൽ എന്ന് പറയാവുന്ന രീതിയിലേക്ക് പോലും അദ്ദേഹം മാറിയെങ്കിൽ ജനസാമാന്യം അല്ലെങ്കിൽ വളരെയധികം മാനവിക ബോധമുള്ള ജനസാമാന്യം എന്ത് ചിന്തിച്ചു എന്ന് നമുക്ക് പറയാം. ഈ വീഡിയോത്തിൽ നീളം കൂടും, കാണുന്നവർ മാത്രം കണ്ടാൽ മതി. ലൈക്കും ഷെയറും അല്ല, എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു വിഷയമാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പറയാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രം. എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോടൊക്കെ?
എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനസമൂഹമേ, നിങ്ങൾ പറയൂ, എന്ത് തെറ്റാണ് ഇന്ന് ജീവിക്കുന്ന, ഇനി നാളെ ഇവിടെ കിടന്ന് മരിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരുമായിട്ടുള്ള മുസ്ലിം പേരുകളുള്ള ആളുകൾ നിങ്ങൾക്ക് എന്ത് ചിറ്റേറ്റു? എന്ത് പ്രചാരണമാണ് നടത്തിയത് അദ്ദേഹം അവിടെ? ആ പ്രചാരണം നമുക്ക് കാണാം. അത് നമ്മുടെ അപ്രിയ സത്യങ്ങളുടെ ആള് വിനോദ് നായർ, അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കടമെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ബാധ്യത. मोदी जिंदा है, मैं दलितों का आरक्षण, आदिवासियों का आरक्षण, ओबीसी का आरक्षण मुसलमानों को धर्म के आधार पर नहीं देने दूंगा, नहीं देने दूंगा, नहीं देने दूंगा. നിങ്ങളിപ്പോ കേട്ടത് നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തെലങ്കാനയിലെ സഹീറാബാദിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. SC, ST, OBC വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട സംവരണത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് കോൺഗ്രസ് മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നു എന്ന പച്ചക്കള്ളമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് സഹീറാബാദിലെ ജനങ്ങളോട് പറഞ്ഞത്. അതിനുള്ള തക്ക മറുപടി അവിടുത്തെ ജനങ്ങൾ തന്നെ മോദിക്കും BJPക്കും നൽകി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ പ്രസംഗത്തിൽ മോദി എന്താണ് പറഞ്ഞതെന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിമുകൾക്ക് സംവരണം നൽകാൻ അനുവദിക്കില്ല എന്നാണ് മോദി പറഞ്ഞതിന്റെ പച്ചമലയാളം. എന്നിട്ട് ഈ പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഫലം വന്നു കഴിഞ്ഞപ്പോൾ മോദി എന്താണ് ചെയ്തത്? മുസ്ലിമുകൾക്ക് 4% സംവരണം നൽകുന്ന പ്രഖ്യാപന നിലപാടുള്ള തെലുങ്ക് ദേശത്തിന്റെ കൈയും കാലും പിടിച്ച് പിന്തുണ നേടി വീണ്ടും അധികാരത്തിൽ കയറി. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, ഈ വീഡിയോ കണ്ടല്ലോ, അതിന്റെ അർത്ഥമൊക്കെ കണ്ടല്ലോ. എന്തിനാന്ന് മനസ്സിലാവില്ല കേട്ടോ. അതൊക്കെ എന്തിനാണ് ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ ഒരു പാർശ്വവൽക്കരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്ത് നിങ്ങൾക്ക് ലാഭങ്ങൾ? അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ മറ്റുള്ള ആളുകളുടെ മുന്നിൽ ശത്രുക്കളാക്കുന്ന ഒരു ഗതികെട്ട ഇടപാട്. എന്നിട്ട് വേണം നിങ്ങൾക്ക് വോട്ട് നേടി വിജയിക്കാൻ? പ്രിയപ്പെട്ട സംഘപരിവാരങ്ങളെ, എനിക്കറിയാണ്ട് ചോദിക്കണം, ഇങ്ങനെയാണോ? ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം? മ്ലേച്ഛം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം അടുത്ത കാലത്തായിട്ട് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ മുന്നിട്ട് വന്നിരിക്കുക. ന്യൂനപക്ഷങ്ങളും ദളിത് സമൂഹവും അവർണ ജനവിഭാഗങ്ങളും ഈഴവരടക്കമുള്ള അവർണ ജനവിഭാഗങ്ങളും പണ്ട് അനുഭവിച്ചിരുന്ന ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വത്തിന്റെ പേരിലുള്ള അടിമത്തത്തിന്റെ പേരിലുള്ള കഷ്ടപ്പാടുകളെ മറന്നു വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. സവർണ സമുദായത്തിന്റെ എന്തെല്ലാം പീഡനങ്ങളാണ് അന്ന് ഈ പറഞ്ഞ സമുദായങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം എന്ത് നേടിയെന്ന് അദ്ദേഹം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ സംഘപരിവാരത്തിന് ചെണ്ടപൊട്ടി കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അതിന് കൃത്യമായിട്ട് പറയാറില്ലേ? ഇല്ലേ? ഇത് നോക്ക്, എന്താണ് അതിന്റെ വസ്തുത? എന്താ കണ്ടാലറിയാം. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ ഏകദേശം 27%. സർക്കാർ സർവീസ് പ്രാതിനിധ്യം 10 മുതൽ 12% മാത്രമേ ഉള്ളൂ. നായന്മാരാണ്. ഞാൻ ജാതി പറയാൻ ആഗ്രഹിച്ചതല്ല, പറയാതിരിക്കാൻ വയ്യ. എന്നാലും നായന്മാരൊക്കെ 10% ഉള്ളവർക്ക് സർക്കാർ സർവീസിൽ 20% ഉണ്ട് പ്രാതിനിധ്യം. അതുപോലെ ക്രിസ്ത്യൻ സമൂഹം, പിന്നെ സവർണ ക്രിസ്ത്യൻ സമൂഹം ലത്തീൻ സമൂഹം പോലെയല്ല, അല്ലെങ്കിൽ കൺവേർട്ടർ ക്രിസ്ത്യൻ പോലെയല്ല, അല്ലാത്ത ക്രിസ്ത്യൻ സമൂഹം. പക്ഷെ അതൊക്കെ പറയട്ടെ, ഇതെല്ലാം കൃത്യമായ ടെസ്റ്റ് എഴുതി പരീക്ഷ എഴുതി കൃത്യമായ മാനദണ്ഡങ്ങൾ വന്നവരാണ്. അതിൽ ഓടി വിളിച്ച് വന്നവരെന്നാണ് ഞാൻ ആരോപിക്കുന്നില്ല, തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളുടെയൊക്കെ എന്ത് മുതലുകളാണ് ഈ സമൂഹം അപഹരിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് അവകാശപ്പെട്ട, നിങ്ങൾക്ക് അർഹതപ്പെട്ട സർക്കാർ സർവീസിലുള്ള പൊതുമേഖലാ അടിസ്ഥാനത്തിലുള്ള എന്ത് അവകാശമാണ് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് കൊടുത്തതെന്ന് പറയൂ. നിങ്ങൾ പറയൂ, ആലോചിച്ച് നോക്കുന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞത്? പലതും നേടി ആരോപണത്തിന് അർത്ഥം മനസ്സിലാവില്ല. ഈ മുസ്ലിം വിദ്വേഷം പരിവാരത്തിന് തുണയാകുന്നതിന് സംഭവിക്കുള്ളൂ. പരിവാരത്തിന്റെ സ്വരമാണിത്. ഇത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബക്ഷേത്രം ജീർണോദ്ധരണത്തിന് 3.5 കോടി രൂപ സംഭാവന ചെയ്ത സർക്കാരല്ലേ ഇത്? ഏത് പള്ളികൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഏത് പള്ളികൾക്ക് ചെയ്തിട്ടുണ്ട്? പറയൂ. മദ്രസയ്ക്ക് കൊടുക്കണ്ടെന്ന് പറയണ്ടല്ലോ, ഒന്ന് അതിന്റെ വീഡിയോ ആണ്. മദ്രസയ്ക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങളുടെ വരുമാനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണും. ഓക്കെ. മദ്രസ അധ്യാപകർക്കായി സംസ്ഥാന സർക്കാർ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ചില വർഗീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായി എന്തോ അനർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുസ്ലിം വിഭാഗം എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ ചിലർ ശ്രമിച്ചു എന്നത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്.
ശബരിമലയിലെ പൈസ ഉൾപ്പെടെ സർക്കാരിക്കാണ് പോകുന്നത്. എവിടുന്ന പൈസ? ഒരു വെല്ലുവിളിക്കാൻ തെളിയിക്കാമോ? ഇല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം ബോർഡിന്റെ 1056 ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ക്ഷേത്ര നടയിൽ വരുന്ന, ശബരിമലയിൽ വരുന്ന ഒരു രൂപ പൊതുഖജനാവിലേക്ക് പോകുന്നത് വരാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. ആർക്കെങ്കിലും തെളിയിക്കാം? ഒരാൾക്കെങ്കിലും തെളിയിക്കാം? ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മന്ത്രി ശബരിമലയുടെ ആ നടവരവെന്ന് വന്നോട്ടെ, എല്ലാവരുടെയും ശമ്പളം ന്യായമെന്ന് പറയല്ലേ? ഏത് മന്ത്രിയാന്ന് പറ? ഏത് സർക്കാരിന്റെ കാലത്ത്? കഴിഞ്ഞ മുമ്പത്തെ ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ശബരിമല നടവര വന്നിട്ട് ശമ്പളം കൊടുക്കാമെന്ന്. അദ്ദേഹം രാജിവെക്കേണ്ടി വന്നേനെ. ശമ്പളം കൈപ്പറ്റിയ പൈസയിൽ മഞ്ഞപ്പൊടി. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയരുമ്പോഴെല്ലാം സാധാരണ ഉയരുന്ന വിമർശനങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ സ്ഥിരം പലവികളിൽ ഒന്നാണ് ഈ സുഹൃത്ത് ചർച്ചയിലും ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പണം മാത്രം സർക്കാർ എടുക്കുന്നത്? പള്ളികളിലെയും ദേവാലയങ്ങളിലെയും ഒന്നും പണം എന്തുകൊണ്ടാണ് സർക്കാർ തൊടുകയേ ചെയ്യാത്തത്? ക്ഷേത്രങ്ങളെ സർക്കാർ കൊള്ളയടിക്കുകയാണ്. അങ്ങനെ നീളുകയാണ് ആരോപണങ്ങൾ. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതുവഴിയൊക്കെ പാറി നടക്കുന്ന പൊടിയില്ലേ, അതിലെ ഒരു തരി തട്ടിയാൽ പൊട്ടിപ്പോകുന്ന, ആരൊക്കെയോ ഊതി വീർപ്പിച്ച കുറെ അബദ്ധങ്ങൾ നിറഞ്ഞ ഒരു ബലൂണാണത്. അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഞാനും നിങ്ങളുമെല്ലാം ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ കാണിക്കയായി ഇടുന്ന പണം ദേവസ്വം ബോർഡിലെത്തുന്നു. ഈ ദേവസ്വം ബോർഡിലെത്തുന്ന പണം സർക്കാരിന് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, സർക്കാരിന് പണമായി എടുക്കാൻ പറ്റില്ല. എടുക്കാം. എങ്ങനെയെന്നോ? ട്രഷറി ബാങ്കിൽ നിന്ന്. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പണമൊക്കെ പോകുന്നത് ട്രഷറി ബാങ്കിലാണ്. ആ ട്രഷറി ബാങ്കിൽ നിന്ന് സർക്കാരിന് പണമെടുക്കാം. അതെങ്ങനെയാണെന്നോ? ലോണായിട്ടാണ് എടുക്കുന്നത്. അതിന് സാധാരണ ബാങ്കുകളെക്കാൾ പലിശ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ സർക്കാർ ഈ പണം എടുക്കാറുള്ളൂ. അത്ര എളുപ്പത്തിലൊന്നും ലോൺ ലഭിക്കുകയുമില്ല കേട്ടോ. ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് ട്രഷറി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാൻ വേണ്ടി സാധിക്കൂ. ലോൺ എന്ന് കേട്ട് ഇനി ആരും ഓടിപ്പോകാൻ നിൽക്കണ്ട. ട്രഷറി ബാങ്കിൽ നിന്ന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ലോൺ ലഭിക്കുന്നതല്ല. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ലെന്നാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം ട്രഷറി ബാങ്കിൽ നിക്ഷേപിക്കുന്നതേ പിണറായി വിജയന്റെയോ ഉമ്മൻചാണ്ടിയുടെയോ PS ശ്രീധരൻപിള്ളയുടെയോ കടകംപള്ളി സുരേന്ദ്രന്റെയോ ഒന്നും പേരിലല്ല. അത് അതാത് ക്ഷേത്രങ്ങളിലെ ദേവന്റെയോ ദേവിയുടെയോ പേരിലാണ്. ട്രഷറിയല്ല, ട്രഷറി ബാങ്കാണ് കേട്ടോ. ഇത് പ്രവർത്തിക്കുന്നതേ RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. പിന്നെ ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ജീവനക്കാരുണ്ടല്ലോ, അവർക്ക് ശമ്പളം നൽകുന്നത് പൊതു ഖജനാവിൽ നിന്നാണ്. അതിന് പറയുന്ന പേരാണ് കൺസോളിഡേഷൻ ഫണ്ട്. ഇനി നമുക്ക് അധികം ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നോ? ഈ ക്ഷേത്രങ്ങൾക്ക് പൊതു ഖജനാവിൽ നിന്ന് പണം നൽകുന്നുണ്ട്. സാംസ്കാരിക വകുപ്പും പുരാവസ്തു വകുപ്പും ടൂറിസം വകുപ്പും എല്ലാം ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് പണം നൽകുന്നുണ്ട്. 2015-2016 സാമ്പത്തിക വർഷം മാത്രം ക്ഷേത്രങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ പണം എത്രയാണെന്ന് അറിയാമോ? 300 കോടി രൂപ. പിന്നെ ഒരു ക്ഷേത്രത്തിലെ സ്വത്തുക്കളുടെ അവകാശികൾ ആരാണെന്നോ? മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഒന്നുമല്ല. അതാത് ക്ഷേത്രങ്ങളിലെ ദേവനും ദേവിയുമാണത്. അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജാവിന്റെ സ്വത്തുക്കൾ സർക്കാരിലേക്കും ബ്രാഹ്മണരുടെ സ്വത്തുക്കൾ അതാത് ഇല്ലങ്ങളിലേക്കും എത്തിച്ചേർന്നു. എന്നാൽ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതായതിനാൽ അത് അതാത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയുടെ പേരിൽ നിലനിർത്തിപ്പോന്നു. ഈ പ്രതിഷ്ഠയ്ക്ക് ഒരു രാജ്യത്തെ പൗരന്റെ എല്ലാ അവകാശങ്ങളുമുണ്ട്. അറിയാമോ? ഈ സ്വകാര്യ സ്വത്തവകാശം എന്ന സാധനമേ ഈ ക്ഷേത്ര പ്രതിഷ്ഠകൾക്കുമുണ്ട്. അതിൽ മറ്റൊരാൾക്കും അവകാശവുമില്ല. പിന്നെ ഈ ദേവസ്വത്തിന്റെ കണക്കുകൾ പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും ചേർന്നല്ല. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും കേരള ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്നാണ് അത് പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ കണക്കുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ബോധിപ്പിക്കുകയും വേണം. ആ ചോദ്യം മറന്നതല്ല. എന്തുകൊണ്ടാണ് മറ്റ് ആരാധനാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കാത്തതും അതിൽ നിന്നുള്ള പണം സർക്കാർ എടുക്കാത്തതും എന്നല്ലേ സംശയം? പറഞ്ഞു തരാം. അതെന്തുകൊണ്ടാണെന്നോ? മറ്റ് മതവിഭാഗക്കാരുടെ സ്വത്തുക്കൾ അവരുടെ പൊതു സ്വത്താണ്. അതെങ്ങനെയാണെന്നോ കേട്ടോളൂ. ഉദാഹരണത്തിന് ഇടപ്പള്ളിയിലെ പള്ളി എടുക്കാം. ഗീവർഗീസ് പുണ്യാളന്റെ പേരിലാണല്ലോ ആ പള്ളി. ഗീവർഗീസ് പുണ്യാളന് സ്വത്തുക്കളൊന്നുമില്ല. വിശ്വാസികൾ പണം പിരിച്ച് വസ്തു വാങ്ങി അതിൽ ഗീവർഗീസ് പുണ്യാളന്റെ പേരിൽ ഒരു പള്ളി പണിതു. അത് സ്വകാര്യ സ്വത്താണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ദേവസ്വം ബോർഡിന് ഏറ്റെടുക്കാൻ കഴിയില്ല. അതിലെ പണം ദേവസ്വം ബോർഡിന് എടുക്കാൻ കഴിയില്ല. എന്തിനാണ് ദേവസ്വം ബോർഡെന്നാണ്? പൗരനാണെങ്കിലും ദേവനെയും ദേവിയെയും ഒക്കെ പെടുത്തിയിരിക്കുന്നത് മൈനർ എന്ന ഗണത്തിലാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 18 വയസ്സ് തികയാത്ത ഒരു മകനുണ്ടെന്ന് കരുതുക. അവന് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ ചെന്നാൽ ബാങ്ക് അവനെ പെടുത്തുക മൈനർ എന്ന കാറ്റഗറിയിലാണ്. അതുപോലെ തന്നെ ദേവനെയും ദേവിയെയും ഒക്കെ പെടുത്തിയിരിക്കുന്നത് മൈനർ കാറ്റഗറിയിലാണ്. സ്വത്ത് സംരക്ഷിക്കണമല്ലോ. അതിന് കോടതി അതത് പ്രാദേശിക സർക്കാരുകളെ ചുമതലപ്പെടുത്തി. അവർ ഒരു വകുപ്പ് രൂപീകരിച്ചു. അതിന് ദേവസ്വം വകുപ്പ് എന്ന് പേര് നൽകി. ദേവസ്വം വകുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് അവർ ഒരു ബോർഡ് രൂപീകരിച്ചു. അതാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന്റെ നടത്തിപ്പിലോ അവരുടെ പ്രവൃത്തികളിലോ സാമ്പത്തിക ഇടപാടുകളിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ കോടതിയെ സമീപിക്കാം.
ഹൈക്കോടതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ബെഞ്ചുണ്ട്. ദേവസ്വം ബെഞ്ച് എന്നാണ് അതിന്റെ പേര് തന്നെ. ഈ രാജ്യത്തെ ഏതൊരു പൗരനും ദേവസ്വം ബെഞ്ചിനെ സമീപിക്കാം, കണക്കുകൾ ആവശ്യപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ കള്ളങ്ങൾ കൊണ്ട് വലിയ കോട്ടകൾ പണിതോളൂ. ചരിത്രവും വസ്തുതകളും കണക്കുകളും എല്ലാം നിരത്തി ചീട്ട് കൊട്ടാരം തകർക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ആ കോട്ട ഞങ്ങൾ പൊളിച്ചെടുക്കും. വീഡിയോ നീളം കൂടിയെന്നറിയാം. ഇനി കാണുന്നവർ കാണട്ടെ. എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ പേരിൽ പെട്ടുപോയത് കൊണ്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ആണ് ഇത് ഇടുന്നത്. ഇതൊന്നും വൈകാരികമായിട്ടുള്ള ഒരു ഇതല്ല. വൈകാരികതയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാലേ മുസ്ലിങ്ങൾ ഇങ്ങനെ ധ്രുവീകരിക്കുകയുള്ളൂ. അത് കണ്ടിട്ട് ഭൂരിപക്ഷ ഹൈന്ദവ ജനതയെ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹൈന്ദവ ജനതയിലുള്ള ആ ഉച്ചനീചത്വത്തിന്റെ കെടുതികൾ എത്രത്തോളം ഉണ്ടായിരുന്നു ഇവരുടെ പൂർവികർ അനുഭവിച്ചത് എന്ന് ഇവർക്ക് ഓശാന പാടുന്നവർ മനസ്സിലാക്കിയാൽ നന്ന്. അതേ നയം തന്നെയാണ് ഇവരിപ്പോഴും ഉദ്ദേശിക്കുന്നത്. സമയം വരുമ്പോൾ അതിന് അവർ പണം പെടുത്തി ആടും. അന്ന് തിരിച്ചു വരാൻ നിങ്ങളാരും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളൊന്നും അനർഹമായിട്ട് നേടിയിട്ടില്ല. അതിൽ കണക്കുകൾ ഞാൻ കഴിഞ്ഞ ആ ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ അയച്ചിട്ടുണ്ട്. ഒരു കണക്ക് കൂടി പറയാം. ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇപ്പോ. ഒന്ന്, മുസ്ലിങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട്. മുസ്ലിം സമൂഹം വളരെ സാമ്പത്തികമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു സർവേ കേരളത്തിൽ നടത്തി ആ സർവേ കൃത്യമായി നടപ്പാക്കിയാൽ ആരാണ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത്, ആരാണ് കൂടുതൽ ഉദ്യോഗം നേടിയത് എന്ന് കൃത്യമായി പഠിക്കാൻ പറ്റും. ആ സർവേ നടത്തിയാൽ ഈ ആരോപണം അവസാനിക്കും. മാത്രമല്ല, ഇന്ത്യ മുഴുക്കെയുള്ള ഭരണ സംവിധാനം പരിശോധിച്ചാൽ രാജ്യത്തെ മൊത്തം ജനങ്ങളാണല്ലോ നമ്മുടെ. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭരണ സംവിധാനം അനുസരിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ദ സീനിയർ മോസ്റ്റ് പൊസിഷൻ ഹെൽഡ് ഇൻ ദ സിവിൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റ്. 28 സംസ്ഥാനത്തിൽ ഒരു ചീഫ് സെക്രട്ടറി പോലും മുസ്ലിം ഇല്ല. 8 യൂണിയൻ ടെറിട്ടറിയിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല ചീഫ് സെക്രട്ടറിയായിട്ട്. കാശ്മീർ ഉണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്, ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ സ്ഥലം. കാശ്മീരിൽ ഇപ്പോഴും അവിടെ ചീഫ് സെക്രട്ടറി നിൽക്കുന്നത് BVR സുബ്രഹ്മണ്യാണ്. ലഡാക്കിൽ ഉമംഗ നരളയാണ്. മുസ്ലിങ്ങളല്ല. ഞങ്ങളതൊന്നും വലിയ വിഷയമാക്കി വർഗീയവൽക്കരിച്ചല്ല പറയുന്നത്. അർഹതപ്പെട്ട അവകാശം കിട്ടില്ല. ഇനി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP, ഇന്ത്യയിലെ 28 സംസ്ഥാനത്ത്, അതുപോലെ 8 യൂണിയൻ ടെറിട്ടറി ഒരൊറ്റ മുസ്ലിം DGP ഇല്ല. ഒരു രാജ്യത്തെ ജനസമൂഹത്തിന് അർഹതപ്പെട്ടത് സംവരണത്തിന്റെ തോതിലെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ കൂടുതൽ നേടിയെന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാ. ലീഗൽ അഡ്വൈസർ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഒരിടത്തും ഇന്ത്യയിൽ ഈ രീതിയിൽ ഒരു ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് ജനറൽ മുസ്ലിം ഇല്ല. ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തില്ല, യൂണിയൻ ടെറിട്ടറിയിൽ ഇല്ല. ഇനി തൊഴിൽ നോക്കാം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ സംരംഭമാണ്, തൊഴിൽ കൊടുക്കുന്ന മേഖല ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ 13,523 പാസഞ്ചർ ട്രെയിനും 9,146 ഫ്ലൈറ്റ് ട്രെയിനും അഥവാ ചരക്ക് വണ്ടികളും ഓടുന്ന വലിയൊരു സംവിധാനമാണ്. ഒരു വർഷത്തിൽ 2018-19 ഇന്ത്യക്ക് കിട്ടിയ ലാഭം 6,014 കോടിയാണ്. 23 മില്യൺ യാത്രക്കാരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, ഇന്ത്യയിലെ മൊത്തം റെയിൽവേ ഉദ്യോഗസ്ഥന്മാര് 12,30,000 12 ലക്ഷത്തോളം പേര്. 12 ലക്ഷം ജോലിക്കാരുടെ ശമ്പളമാണ് റെയിൽവേയിൽ. മുസ്ലിങ്ങൾ 4.5% ഉള്ളൂ. ഈ 4.5% തന്നെ 98.7% ലോവർ ലെവലില്ല. ട്രാക്കിൽ നോക്കുന്ന ആളുകൾ, ഗേറ്റ് കീപ്പർമാര്, ഉയർന്ന പോസ്റ്റിൽ ആരുമില്ല. പുറന്തള്ളപ്പെട്ട ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ. അർഹതപ്പെട്ടതേ ചോദിക്കുന്നുള്ളൂ. പോലീസിൽ 6%, ഹെൽത്തിൽ 4.4%. ഇന്ത്യയിൽ നിന്ന് സച്ചാർ ഷെരീഫ് സ്ഥിരീകരിച്ചു. മൊത്തം കേന്ദ്ര സർവീസിൽ 3% മുസ്ലിങ്ങളുള്ളൂ. IAS 3%, IFS 1.8%, IPS 4%. ഇന്ത്യയിൽ സെൻസസ് നടന്നപ്പോൾ കൃത്യമായി 2001 സെൻസസ് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. 18 കോടി മുസ്ലിങ്ങളുണ്ട്. 17,73,79,412 മുസ്ലിം ജനസംഖ്യ രേഖപ്പെടുത്തിയ കണക്ക്. 3 കോടി ക്രിസ്ത്യാനികൾ, 2.3%. 2,94,84,526. പക്ഷെ ഇവർ ഒരുപാട് ജോലികൾ നേടിയിരിക്കുന്നു. നേടിയവരെ കുറ്റപ്പെടുത്തുകയല്ല. സിഖുകാർ 1.9% ഇന്ത്യയിലുള്ളൂ. 1.9. അവർക്ക് റെജിമെന്റ് ഉണ്ട് ഇന്ത്യയിൽ, പ്രത്യേകം സൈന്യത്തില്. അവർക്ക് ഒരുപാട് ജോലികൾ കിട്ടിയ 10 ലക്ഷം പട്ടാളക്കാരിൽ 29,000 മുസ്ലിങ്ങളേ ഉള്ളൂ. 3% മാത്രം. കൃത്യമായി സച്ചാർ, രജീന്ദ്ര സച്ചാർ, പ്രൈം മിനിസ്റ്റർ ഹൈ ലെവൽ കമ്മിറ്റി കണ്ടെത്തിയ കണക്കാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങൾ പിന്നാക്കമാണ്, വളരെ പുറകിലാണ്. ഞങ്ങളൊക്കെ പറയുന്നത് കമ്മ്യൂണലായിട്ടല്ല. അതുകൊണ്ട് ഈ സമൂഹത്തെ, കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇനിയും പുറകോട്ട് കൊണ്ടുപോകുന്ന ശ്രമമാണിത്. ഇനി പോകട്ടെ. വിദ്യാഭ്യാസമാണ് പ്രധാനം. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് ഓഫ് ഗവേണൻസ്, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIM അഹമ്മദാബാദ്, 15 മെമ്പർമാരാണ് ഗവേണിംഗ്
ഗവേണിംഗ് ബോഡി, ഒറ്റ മുസ്ലിം ഇല്ല. IIM കൽക്കട്ട 14 മെമ്പർമാരാണ് ഗവേണൻസ്, ഒറ്റ മുസ്ലിം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നും പരിശോധിച്ച് നോക്കൂ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾക്ക് പരിശോധിച്ചു. IIT ബോംബെ 10 ഗവേണിംഗ് ബോഡി മെമ്പർമാർ, ഒറ്റ മുസ്ലിം ഇല്ല. IIT ഡൽഹി 10 പേരിൽ ഒറ്റ മുസ്ലിം ഇല്ല. IIT മദ്രാസ് 15 പേര്, ഒരൊറ്റയാളും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരില്ല. അതുപോലെ തന്നെ NLSIU എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി. വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. വക്കീലുടിക്കുന്ന ആൾക്കാരെ പറ്റി അവിടെ ഒരൊറ്റൊരു മുസ്ലിം ഉണ്ട്. അത് സുപ്രീം കോടതിയുടെ പ്രതിനിധി മാത്രമാണ്. ഒറ്റ മുസ്ലിം, 22 പേരിൽ ഒരാൾ. അത് സുപ്രീം കോടതിയുടെ നോമിനിയാണ്. IIM ബാംഗ്ലൂർ 19 പേരുണ്ട്, ഒറ്റ മുസ്ലിം ഇല്ല. റെപ്യൂട്ടഡ് കോളേജസ് ഇൻ ഇന്ത്യ, ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് എയിംസ് ഡൽഹി 13 ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് മെമ്പർമാർ, ഒറ്റ മുസ്ലിം ഇല്ല. മൊത്തം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബോർഡ് ഓഫ് ഗവേണൻസ് പരിശോധിച്ച് നോക്കൂ. ചിലത് ബോർഡ് ഓഫ് ഗവേണൻസ് ആണ്. കണ്ടല്ലോ, നിങ്ങൾ തീരുമാനിച്ചു. ഒരു കാര്യം പറയാം, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ശത്രുക്കളാക്കിക്കൊണ്ട് ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട നടത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരുകാർ പലതരത്തിലുള്ള നുണകളും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള അർദ്ധസത്യങ്ങളും വിളമ്പിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രബുദ്ധമായ മതേതര മതനിരപേക്ഷ അവസ്ഥയെ തുരങ്കം വെക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചട്ടുകമാകുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ നിങ്ങൾ തിരിച്ചു വരൂ മനുഷ്യരിലേക്ക്. എനിക്കെന്താ പറയാനുള്ളത്? വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തുവാരുമെന്ന് പറഞ്ഞിട്ട് നിരക്ഷരരാണ് അവിടെ BJP അല്ലെങ്കിൽ അവിടെ സംഘപരിവാർ വമ്പൻ വിജയം നേടും എന്ന് പറഞ്ഞിട്ട് തോറ്റ് തുന്നമ്പാടി. അവിടെയൊക്കെ ഉത്തർപ്രദേശിൽ പകുതിയോളം സീറ്റുകൾ പോയി. അവിടെ ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന സ്ഥലമല്ലേ അത്, പോയി തകർന്ന് തരിപ്പണമാക്കി. ആലോചിച്ച് നോക്കൂ. അങ്ങനെ എത്ര ആൾക്കാർ. സ്മൃതി ഇറാനിയുടെ എത്ര ഭൂരിപക്ഷം, അവർ തോറ്റ് തുന്നമ്പാടിച്ച് എത്ര ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള കിഷോർലാൽ ശർമ്മ കിട്ടിയത്. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ തോറ്റ് തുന്നമ്പാടിയില്ലേ. ശ്രീരാമക്ഷേത്രം പണിതത് പൂർത്തിയാക്കിയിട്ടാണോ? ഞാൻ അതിലേക്ക് കടക്കില്ല. ഇനിയിപ്പോൾ അതിൽ പേരിങ്ങനെ ആയതുകൊണ്ട് അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിലേക്കൊന്നും വിവാദമാക്കാൻ ഉദ്ദേശിക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിന് വിവരക്കേടുകൾ ഉള്ള ആ ജനത പോലും ഇപ്പോഴത്തെ സംഘപരിവാരത്തിന്റെ നുണ ജീവിതത്തെ, നുണ അവലോകനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കടുത്ത മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട കേരള ജനതകളെ, നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ. ഇവിടെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് നമ്മുടെ മാനവീയത നിലനിർത്തിയ നമ്മുടെ പൂർവികന്മാരെ വഷളാക്കരുത് നിങ്ങൾ. അത് ദയവായിട്ട് അത് കേൾക്കൂ. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അപരന്റെ സുഖത്തിനായി പ്രാർത്ഥിച്ച അദ്ദേഹത്തിന്റെ ആളുകളാണ് ഇന്ന് ഈ ഒരു സമൂഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംഘപരിവാർ ചെണ്ടകൊട്ടി കൊടുക്കുന്നത്. രാഷ്ട്രീയ ഉദ്ദേശമുണ്ടായിരിക്കാം, പക്ഷേ ഇവിടെ നഷ്ടപ്പെടുന്നത് മാനവീയ നന്മയാണ്, മാനവീയ ഐക്യമാണ്. അവരുദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ മമ്മൂട്ടിയെ പോലും മുമ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ധ്രുവീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മമ്മൂട്ടിക്കൊന്നും നടനെന്നുള്ളതിൽ കവിഞ്ഞൊരു പ്രാധാന്യം കൊടുക്കണില്ല. നിങ്ങളാരും വിചാരിക്കണ്ട, ബാബറി മസ്ജിദ് വിളിച്ചപ്പോഴും സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോഴും ഒക്കെ മിനിമം മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ട് കേന്ദ്രീകരിക്കപ്പെടാതെയുള്ള ഇടപെടൽ മാത്രം, സാധാരണ എല്ലാവരും നടത്തുന്ന ഇത് മാത്രം. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വേലകളുമായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ കേരളത്തെ നശിപ്പിക്കാൻ നോക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ജനതാ സമൂഹമേ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദയവായിട്ട് ഇത്തരത്തിലുള്ള ഈ കെടുതികളിൽ വീണു പോകരുത്. നമ്മുടെ ഐക്യവും നമ്മുടെ മഹോന്നതമായ മാനവിക ഐക്യവും മതസാഹോദര്യവും കെടുത്താതെ സൂക്ഷിക്കണം. നമുക്ക് എത്രത്തോളം എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു വർഗത്തെ ഇസ്ലാമോഫോബിയ ഉപയോഗിച്ചുകൊണ്ട് അന്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപരാധമാണ്. ഈ മുസ്ലിം സമൂഹം ഇതിൻ്റെ അപ്പുറം പെറ്റുകൂട്ടിട്ട് രാജ്യത്തെ ഭരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദുക്കളെ അട്ടിയോടിക്കുന്നൊക്കെ പറഞ്ഞ് വിവരം കെട്ട ഒരു വ്യാഖ്യാനമല്ലേ അത്, വിവരം കെട്ട വ്യാഖ്യാനം. അതിനൊക്കെ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ വിവരക്കെട്ടവരാണ്. ഒന്നും സംഭവിക്കില്ല. ഞാൻ അതിലേക്കൊന്നും ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് പ്രിയപ്പെട്ട ജനസമൂഹമേ, ഇസ്ലാമോഫോബിയ വളർത്തുന്ന ആളുകൾക്ക് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അവർ ലക്ഷ്യങ്ങളുടെ മാർഗങ്ങൾ, അവർ ലക്ഷ്യങ്ങളിൽ എത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഞാനും ഹംസയും കുര്യാക്കോസും നാരായണനും തമ്മിലുള്ള അഗാധമായ സാഹോദര്യ ബന്ധമാണ് നശിച്ചു പോകുന്നത്. ഓണത്തിന് ഇവിടെ സദ്യ
ഉണ്ണാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ നമ്മുടെ ഗോപിയേട്ടൻ വിളിക്കുന്നതും, അതുപോലെ ക്രിസ്മസിന് കേക്കുമായിട്ട് നമ്മുടെ മാത്യു മാഷിൻ്റെ അവിടെ നിന്ന് ജോമോൻ വരുന്നതും, അതുപോലെ തന്നെ പെരുന്നാളിന് ബിരിയാണി വെച്ചുകൊണ്ട് ഈ രണ്ട് വീട്ടിൽ കൊടുക്കുന്ന ആ സംസ്കാരമുണ്ടല്ലോ, അതിനെ നശിപ്പിച്ചാൽ മാത്രമേ സംഘപരിവാരത്തിന് ഇവിടെ ചവിട്ടുറപ്പിക്കാൻ പറ്റുകയുള്ളൂ. നഷ്ടപ്പെടുന്നത് നമ്മുടെ സാഹോദര്യമാണ്. ആ സാഹോദര്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കരുത്, നമ്മൾ തലതാഴ്ത്തി നിന്ന് കൊടുക്കരുത്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഇസ്ലാം ഫോബിയ ആണ് ഇവിടുത്തെ പ്രധാനമായ കാര്യം. അതിൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് വലിയൊരു അസത്യം പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതായത് മുസ്ലിംസ് ഇവിടെ ഭരണവർഗമാകാൻ പോവുകയാണ്, ഭരിക്കാൻ പോവുകയാണ്, ഭരിച്ച് അധികാരമെടുത്ത് ഇവിടെ ഈ ഇന്ത്യയെ മാറ്റാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഷറിയ ലോ ഇമ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രചരണം ലോകത്ത് എവിടെയില്ല, വേറെ എവിടെയില്ല. ഈ മുസ്ലിം മൈനോറിറ്റി കൺട്രീസിനിടയിൽ ക്രെഡിബിളായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാൻ ഒത്തിട്ടില്ല. അപ്പൊ എല്ലായിടത്തും ഇപ്പൊ വളരെ വളരെ ഡീപ്പ് ആൻഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ വളരെ വളരെ കൂടുന്നു, അവർ മെജോറിറ്റി ആകും. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നബിയുടെ സമയം മുതൽ ഇന്ന് വരെ കേരളത്തിൽ ഇസ്ലാം ഉണ്ട്, പക്ഷെ കേരളത്തിന്റെ 75% ആൾക്കാർ മുസ്ലിംസ് അല്ല. ഈ ലോകത്ത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞ പോലെ 50% കൂടുതൽ 7 രാജ്യങ്ങളേ ഉള്ളൂ. അപ്പൊ മുസ്ലിംസ് ഒരു പരക്കെ പറയുന്ന ഒരു അസത്യം, മുസ്ലിംസ് എവിടെ വന്നു കഴിഞ്ഞാലും 100 വർഷത്തിനുള്ളിൽ എല്ലാവരെയും കൺവേർട്ട് ചെയ്ത് അതൊരു ഇസ്ലാമിക് ആക്കും എന്നാണ്. അത് ശരിയല്ല, തീരെ ശരിയല്ല, വലിയ അസത്യമാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് ഈ കമ്മ്യൂണിസം ഉള്ളത് കൊണ്ടാണ് അമേരിക്കയുടെ പരിഭ്രമം എന്നാണ്. പക്ഷെ അമേരിക്കയ്ക്ക് പരിഭ്രമം ഉണ്ടായത് ഈ കമ്മ്യൂണിസം നശിച്ചപ്പോഴാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ശത്രു ഇല്ലാതായാണ് വളരെ പെട്ടെന്ന്. ഇത്രയും കാലം അമേരിക്കയിലെ ലോകത്തിലെ ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് ഈ കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. ഈ കമ്മ്യൂണിസം നിങ്ങളെല്ലാം ഗ്രസിക്കാൻ പോകുന്നു, നിങ്ങളെ വിഴുങ്ങാൻ പോകുന്നു, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാണ് ഈ ആയുധ കമ്പോളത്തിനുള്ള വിപണി വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് ഇല്ലാതായതോടുകൂടി ഒരു ശത്രു ആവശ്യമായി വന്നു. ആയുധം വിൽക്കാൻ ഒരു ശത്രു ആവശ്യമാണ്, ഒരു ശത്രുവിനെ കുറിച്ചുള്ള ഭീതി പരത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, അങ്ങനെ അമേരിക്ക കണ്ടുപിടിച്ചതാണ് ഈ ഇസ്ലാമിക് ഭീകരവാദം എന്ന് പറയുന്നത്. ഭീകരവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു കണ്ടുപിടുത്തമാണ്, ലോകത്തുള്ള ഒരു കാര്യമല്ല. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മാനവികത ഉയർത്തിപ്പിടിക്കുക, സഹോദരത്തെ കൈമുതലാക്കുക എന്നുകൂടി പറയട്ടെ.